സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ സ്ഥിരമായി കാണുന്നവരായാലും പുതുതായി വന്നവരായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ വീഡിയോയിലെ കണ്ടൻറ്റുകളിൽ മാറ്റം വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്താനും ആവശ്യമില്ലാത്തത് നീക്കം ചെയ്യാനും ഒക്കെയും സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാൻ മറക്കരുത്. ദെൻ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇന്ന് 2023 ജൂലൈ 7 തീയതി വെള്ളിയാഴ്ചയായിരുന്നു. ഒരു ആഴ്ചയുടെ ജൂലൈ മാസത്തിലെ ആദ്യത്തെ ആഴ്ച അവസാനിക്കുകയാണ്. അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. ഡോ ജോൺസ് ബെയറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ US മാർക്കറ്റ് കംപ്ലീറ്റ്ലി ബെയറിഷാണ്. യൂറോപ്യൻ മാർക്കറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ ബെയറിഷായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, റെഡിലാണ് ഉള്ളത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മാത്രമാണ് 10 പോയിന്റ് ഗ്രീനിലുള്ളത്, ബാക്കിയെല്ലാം തന്നെ റെഡിലാണ്. ഓൾ ഓവർ വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ റെഡിലാണ്, അല്ലെങ്കിൽ ബെയറിഷായിട്ടാണ് ഇൻട്രാഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ ഇന്നലെ $71.52 ഉണ്ടായിരുന്നത് ഇന്നത്തേക്ക് $71.88 വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ആണെങ്കിൽ $1909.45 ഉണ്ടായിരുന്നത് $1924.75 ആയിട്ട് ഗോൾഡ് റേറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് തിരിച്ച് അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇന്നലെ 82.51 രൂപ ഉണ്ടായിരുന്നത് ഇന്ന് 82.04, കുറേ ദിവസമായിട്ട് തുടരുന്ന അതേ ലെവലിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം തിരിച്ച് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഇന്ന് 3.68% ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് 2.54% പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഈ രണ്ട് കമ്പനികൾ മാത്രമാണ് 2% കൂടുതൽ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള. ബാക്കിയുള്ള ഒട്ടുമിക്ക കമ്പനികളും ഇന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. ടെക് മഹീന്ദ്ര, ശ്രീറാം ഫിനാൻസ്, പവർ ഗ്രിഡ്, NTPC, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ബ്രിട്ടാനിയ, AU ബാങ്ക്, അപ്പോളോ ഹോസ്പിറ്റൽ, അദാനി പോർട്സ്, ഇത്രയും കമ്പനികൾ ഇന്ന് ഇൻട്രാഡേയിൽ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,590 കോടിയുടെ ബൈങ്ങും 8,800 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 790 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവർ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 6,244 കോടിയുടെ ബൈങ്ങും 9,208 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 2,964 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാഴ്ചവെച്ചത്. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പണം പമ്പ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാർക്കറ്റ് അതിനനുസരിച്ച് താഴോട്ട് പോകാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഓൾ ടുഗദർ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ 2,174 രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.37 ഉണ്ടായിരുന്നത് ഇന്ന് 0.90 ആയി കുറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ എന്ന ഒരു അവസ്ഥയിലേക്ക് അത് വന്നിട്ടുണ്ട്. എന്തായാലും സ്പോട്ട് 19,332 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 60 പോയിന്റ് മുകളിലായിട്ട് 19,392 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 1.16 ഉണ്ടായത് ഇന്ന് 0.76 ആയിട്ട് ന്യൂട്രൽ എന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. 44,925 സ്പോട്ട് പ്രൈസ് ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 76 പോയിന്റ് മാത്രം മുകളിലായിട്ട് 45,001 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി PSU ബാങ്ക്, ഈ 3 സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ അവസാനിച്ചിട്ടുള്ളത്. നിഫ്റ്റി മെറ്റൽ, ഇൻഫ്ര, കമ്മോഡിറ്റീസ്, കൺസപ്ഷൻ, മിഡ് ക്യാപ്പ്, ഫാർമ എല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. നാളെ ശനിയും അതേപോലെ തിങ്കളാഴ്ചയും റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കോർ ഡിജിറ്റൽ ലിമിറ്റഡ് നാളെയാണ്. എമറാൾഡ് ലീസിംഗ് ഫിനാൻസ്, വീരം സെക്യൂരിറ്റീസ്, ഗൗതം ജെംസ് ലിമിറ്റഡ്, ഗല ഗ്ലോബൽ പ്രൊഡക്ട്സ് ലിമിറ്റഡ്, UH സവേരി ലിമിറ്റഡ്, വിവിഡ് മെർക്കന്റൈൽ ലിമിറ്റഡ്, SM ഗോൾഡ് ലിമിറ്റഡ്. അതുപോലെ ഇനി തിങ്കളാഴ്ച വരാനുള്ളത് ടൈലർ മെയ്ഡ് റിന്യൂവബിൾസ് ലിമിറ്റഡ്, എയിംകോ എലൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ്, കിൻടെക് റിന്യൂവബിൾസ് ലിമിറ്റഡ്, ഇൻവിഗറേറ്റഡ് ബിസിനസ് കൺസൾട്ടിംഗ് ലിമിറ്റഡ്, ഡിപ്ന ഫാർമാകെം ലിമിറ്റഡ്, സ്പെക്ട്രം ഫുഡ്സ് ലിമിറ്റഡ്, അതർ എന്റർപ്രൈസസ് ലിമിറ്റഡ്, ഓസ്കാർ ഗ്ലോബൽ ലിമിറ്റഡ്, ജസ്റ്റ് റൈഡ് എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഇത്രയും കമ്പനികളുടേതാണ് തിങ്കളാഴ്ച റിസൾട്ട് വരാനുള്ളത്. അടുത്ത വെള്ളിയാഴ്ച അതായത് ജൂലൈ 14 കോർപ്പറേറ്റ് ആക്ഷൻസ് ഉള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോളോ ടയേഴ്സ് 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ അപ്പോളോ ടയേഴ്സിന്റെ അഡീഷണൽ ഡിവിഡൻഡ് 4 രൂപ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 രൂപ 50 പൈസ പെർ ഷെയർ അപ്പോളോ ടയേഴ്സ് കൊടുക്കുന്നുണ്ട്.
ദെൻ ആപ്ടെക് ലിമിറ്റഡ് ബോണസാണ് കൊടുക്കുന്നത്. 2 സ്റ്റോക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് 5 സ്റ്റോക്കുകളാണ് അവർ ബോണസ് കൊടുക്കുന്നത്. ആർട്ടമിസ് മെഡിക്കെയർ സർവീസസ് 45 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ആസ്ട്രസെൻക ഫാർമ ഇന്ത്യ ലിമിറ്റഡ് 16 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അതുൽ ലിമിറ്റഡ് 25 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് 1 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബിർള സോഫ്റ്റ് 2 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ബോഷ് ലിമിറ്റഡ് 280 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കൺട്രോൾ പ്രിന്റ് ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കോറമാൻഡൽ ഇന്റർനാഷണൽ 6 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. എക്സ്പ്ലിയോ സൊല്യൂഷൻസ് ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഫിഡൽ സോഫ്റ്റെക് 70 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഗ്ലോബൽ സ്പിരിറ്റ്സ് ലിമിറ്റഡ് 6 രൂപ പെർ ഷെയർ. ഹിന്ദുസ്ഥാൻ സിങ്ക് ഡിവിഡൻഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എമൗണ്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. കാബ്ര എക്സ്ട്രൂഷൻ ടെക്നിക് ലിമിറ്റഡ് 3 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കിർലോസ്കർ ഫെറോസ് ഇൻഡസ്ട്രീസ് 3 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കെ സോൾവ്സ് ഇന്ത്യ ലിമിറ്റഡ് 8 രൂപ പെർ ഷെയർ. ലൂപ്പിൻ 4 രൂപ പെർ ഷെയർ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് 16 രൂപ 25 പൈസ പെർ ഷെയർ. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് 2 രൂപ 50 പൈസ പെർ ഷെയർ. പോളിക്കം 20 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. PTL എന്റർപ്രൈസസ് 1 രൂപ 75 പൈസ പെർ ഷെയർ. REC ലിമിറ്റഡ് 4 രൂപ 35 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. സഫാരി ഇൻഡസ്ട്രീസ് 2 രൂപ പെർ ഷെയർ. ശാന്തി ഗിയേഴ്സ് 2 രൂപ പെർ ഷെയർ. ടേസ്റ്റി ബൈറ്റ് ഈറ്റബിൾസ് 2 രൂപ പെർ ഷെയർ. തിരുമലൈ കെമിക്കൽസ് 1 രൂപ 50 പൈസ പെർ ഷെയർ. ട്രാൻസ്കോർപ്പ് ഇന്റർനാഷണൽ ലിമിറ്റഡ് 20 പൈസ പെർ ഷെയർ. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് 50 പൈസ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. അൾട്രാ മറൈൻ ആൻഡ് പിഗ്മെന്റ്സ് ലിമിറ്റഡ് 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നു. ഒരുപാട് കമ്പനികളുടെ ഡിവിഡൻഡ് വരുന്ന ഒരു ദിവസമാണ് അടുത്ത വെള്ളിയാഴ്ച. തിങ്കളാഴ്ച വരാനുള്ള വേൾഡ് വൈഡ് ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 4 ഈവൻറ്റ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജപ്പാൻ കറന്റ് അക്കൗണ്ട്, ചൈന CPI, ചൈന PPI, BOE, GOV, ബെയ്ലി സ്പീക്സ്. ഇത്ര ഇവന്റുകളാണ് തിങ്കളാഴ്ച വരാനുള്ളത്. പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,497 നിന്ന് 75 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 19,422 ഇന്ന് ആരംഭിച്ചത്. 19,523 ഡേ ഹൈയും 19,303 ഡേ ലോയും വന്നതുവഴി 220 പോയിന്റിന്റെ അഥവാ 1.13% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,422 നിന്നും 91 പോയിന്റ് താഴെയായിട്ട് 19,331 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 166 പോയിന്റ് താഴെയായിട്ടാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 65,785 നിന്ന് 226 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 65,559 ഇന്ന് ആരംഭിച്ചത്. 65,898 ഡേ ഹൈയും 65,175 ഡേ ലോയും വന്നതുവഴി 723 പോയിന്റിന്റെ അഥവാ 1.1% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 65,559 നിന്ന് 279 പോയിന്റ് താഴെയായിട്ട് 65,280 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 505 പോയിന്റ് താഴെയായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ ഫിയർ ഇൻഡെക്സ് എന്ന് പറയുന്ന വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 2.62% വൊളാറ്റിലിറ്റി കുറഞ്ഞുകൊണ്ട് 11.53 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 45,339 നിന്നും 222 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 45,118 ഇന്ന് ആരംഭിച്ചത്. 45,227 ഡേ ഹൈയും 44,844 ഡേ ലോയും വന്നതുവഴി 382 പോയിന്റിന് അഥവാ 0.85% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 45,118 നിന്നും 193 പോയിന്റ് താഴെയായിട്ട് ഓപ്പണിംഗിൽ നിന്ന് 193 പോയിന്റ് താഴെയായിട്ട് 44,925 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 415 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 20,270 നിന്ന് 103 പോയിന്റ് താഴെയായിട്ട് അല്ലെങ്കിൽ ഗ്യാപ് ഡൗണിൽ 20,167 ഇന്ന് ആരംഭിച്ചു. 20,246 ഡേ ഹൈയും 20,053 ഡേ ലോയും വന്നതുവഴി 193 പോയിന്റിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് കിട്ടി, അതായത് 0.96%. ഇന്നത്തെ ഓപ്പണിംഗ് 20,167 നിന്ന് 80 പോയിന്റ് താഴെയായിട്ട് 20,086 ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 183 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് എക്സ് അഥവാ BSE ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച 51,153 നിന്നും 182 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 50,971 ഇന്ന് ആരംഭിച്ചത്. 51,060 ഡേ ഹൈയും 50,605 ഡേ ലോയും വന്നതുവഴി 455 പോയിന്റ് അഥവാ 0.89% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 50,971 നിന്ന് 232 പോയിന്റ് താഴെയായിട്ട് 50,739 ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 414 പോയിന്റ് താഴെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്.
ലെവൽസ് നോക്കുകയാണെങ്കിൽ ലെവൽസ് ഇന്നത്തെ മാർക്കറ്റ് ശരിക്കും ഇൻട്രാഡേ ട്രേഡേഴ്സിന് എസ്പെഷ്യലി ഓപ്ഷൻ ബയേഴ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസം ആയിരുന്നില്ല. വളരെയധികം അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് പോയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ തിന്നാനായിട്ട് വന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് മാർക്കറ്റിൽ കിട്ടിയത്. നിഫ്റ്റി എന്തായാലും ഓപ്പൺ ആയത് നോട്രേറ്റ് സോണിൻ്റെ താഴെയായിട്ട് ഓപ്പണായി. അവിടെ നിന്ന് R1 R2ലേക്ക് കയറിപ്പോയി. പിന്നീട് നേരെ തിരിച്ചിറങ്ങി വന്നിട്ട് യെസ്റ്റർഡേ ലോ അവിടെ വന്നൊന്ന് കൺസൾട്ടേറ്റ് ചെയ്തു. ദെൻ R1 അല്ലെങ്കിൽ S1ലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് ഒരു ഫർദർ ഫോൾ ഉണ്ടായിട്ട് S3യിലാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഒരു പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപ്പ് ഡൗൺ മൂവ്മെൻ്റ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. വളരെയധികം ഒത്തിരി പേർക്ക് ഇന്ന് നഷ്ടമാണ് ഉണ്ടായിട്ടുണ്ടാവുക. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ആരംഭിച്ചത് S1ൻ്റെ അടുത്തായിട്ടാണ്. അവിടെ നിന്ന് മുകളിലോട്ട് നോട്ടറേറ്റ് സോണിലോട്ട് കയറി, പക്ഷേ അവിടെ നിന്ന് റിജക്ഷനായി താഴോട്ട് തന്നെ വന്ന് S3യുടെ താഴെ വന്നിട്ടുണ്ട്. ദെൻ മാർക്കറ്റ് തിരിച്ച് 2 പ്രാവശ്യം മുകളിലോട്ട് കയറാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവിടെ നിന്ന് ഫർദർ ഫോൾ വന്നിട്ട് കൂടുതൽ താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏകദേശം ഞങ്ങൾ ഇന്ന് 2:50 2:45 ആകുമ്പോഴത്തേന് ട്രേഡിംഗ് അവസാനിപ്പിച്ചു. അതിനുശേഷം 3 മണിക്ക് ശേഷം ഒരു നല്ലൊരു ഫോൾ വന്നത് കണ്ടിരുന്നു മാർക്കറ്റിൽ. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിലാണ്. S1 ഓപ്പണായി നോട്ടറേറ്റ് സോണിലോട്ട് പോയി, പിന്നീട് S2 S3 പോയിട്ട് മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത്. ഫിൻ നിഫ്റ്റിയിലും ഇന്ന് കാര്യമായിട്ടൊരു ട്രേഡ് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഇനി സെൻസെക്സിലാണെങ്കിൽ സെൻസെക്സിൽ അത്യാവശ്യം മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇൻട്രാഡേ ഓപ്ഷൻ ബയേഴ്സിന് നഷ്ടം ഉണ്ടാക്കി കൊടുത്ത ഒരു ദിവസമായിരുന്നു ഇത്. മോർണിംഗിൽ നോട്ടറേറ്റ് സോണിൽ ഓപ്പണായി അവിടെ നിന്ന് R3 പോയിട്ട് തിരിച്ചൊരൊറ്റ വരവ് യെസ്റ്റർഡേ ലോ വരെയും വന്നു. പക്ഷേ ഈ ഒരു ഫോള് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. കാരണം ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വലിയ ക്യാൻഡിലാണ്, കൂടാതെ അതിൻ്റെ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് അത് പൈസയിൽ പറയുകയാണെങ്കിൽ 100 രൂപയൊക്കെ ഒരു ക്യാൻഡിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് വരുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി ആയാലും സെൻസെക്സ് ആയാലും പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ ട്രേഡ് സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈ ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് ഇത് എന്തായാലും 19,564 ടെസ്റ്റ് ചെയ്യും എന്നായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു രീതിയിലേക്ക് എത്തിയില്ല മാർക്കറ്റ്. 19,523 ഇന്ന് പോയിരിക്കുന്ന ഹൈ. ഇന്നലത്തത് 512 ആയിരുന്നു, ഇന്ന് 523 വരെ പോയി. എന്നാലും നമുക്ക് 40 പോയിന്റിൻ്റെ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ട്. 40 പോയിന്റും കൂടി പോയിട്ട് വേണം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ. എന്തായാലും മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ദിവസം മാർക്കറ്റ് അവധിയാണ്. സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ച എന്ത് വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ ഓപ്പണായി വരണം. അല്ലെങ്കിൽ റെയർ ചാൻസിൽ ഇവിടെ ഒരു എൻഗൾഫിംഗ് ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും ഈ ഒരു ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ 2 സാധ്യതകളാണ് ഉള്ളത്. എന്തായാലും നോക്കാം നമുക്ക് തിങ്കളാഴ്ച എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ക്ലിയർലി ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇനി അതിന് സ്വാഭാവികമായിട്ടും താഴോട്ട് ഇറങ്ങി വരിക എന്നേ ഉള്ളൂ. 2 ദിവസം അവധി ഉള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ പോകുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല തിങ്കളാഴ്ച ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഒരു റീറ്റെയിലേഴ്സ് ആയാലും മാർക്കറ്റിനെ സമീപിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഇത് ഇനിയിപ്പോൾ എൻഗൾഫിങ് വന്നിട്ട് മുകളിലോട്ട് കയറണോ അല്ല ഒരു ബെയറിഷ് മൂവ്മെൻറ്റിൽ താഴോട്ട് പോകണോ എന്നുള്ളത് തിങ്കളാഴ്ച തന്നെ നമുക്കറിയാൻ പറ്റുള്ളൂ. അതേപോലെ ഫിൻ നിഫ്റ്റി ക്ലിയർലി ഇതിപ്പോൾ 3 ദിവസമായിട്ട് താഴോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ഇനി അടുത്തൊരു ക്യാൻഡിൽ വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ലൈനിനെ അത് ടെസ്റ്റ് ചെയ്യും. 19,965 ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് ഒരു പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചൊരു റിക്കവറി ഉണ്ടായേക്കാം. കാരണം ഫിൻ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് അതിൻ്റെ ടാർഗറ്റെല്ലാം അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള ഒറ്റൊരു ടാർഗറ്റ് മാത്രമാണ് ഈ മാസത്തിൽ. കുറേ ട്രേഡിംഗ് ഡേയ്സ് ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ 20,726 ഈ മാസം അച്ചീവ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു ടാർഗറ്റിലേക്ക് അത് പോവുമായിരിക്കാം. ഇനി നമുക്ക് സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. പക്ഷേ സെൻസെക്സിൻ്റെ ഇന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ പലരും എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റാതെ ആയി. കുറേ പേര് റോങ് എൻട്രി ആയി. അത് പിന്നീട് പ്രോഫിറ്റ് ഒരുപാട് വലിയ പ്രോഫിറ്റ് കാണിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാനോ പുതിയ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യാനോ ഒന്നും പറ്റാതെ എല്ലാ ബ്രോക്കേഴ്സിൻ്റെ ഇടയിൽ ഈ ഒരു പ്രശ്നമുണ്ട്. സെറോദയിലുള്ള യൂസേഴ്സാണ് നമ്മളെ കൂടെ കൂടുതലുള്ളത്. അവർക്കൊക്കെ തന്നെ ഈ BSE ഓപ്ഷനിൽ സെൻസെക്സ് ഓപ്ഷനിൽ
ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും സെൻസെക്സും ഒരു ബെയറിഷ് മൂവ്മെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന് അടുത്ത് പോകേണ്ടത് ഈ ഒരു ലെവലിലേക്കാണ്, അതായത് 64,485 ലെവലിലേക്ക് ഇറങ്ങി വരുമെന്ന് വിചാരിക്കാം. ഇനി ഇൻ കേസ് 2 ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ വന്നിട്ടും 65,948 ടെസ്റ്റ് ചെയ്ത് കൂടായികയുമില്ല. എന്തായാലും നമുക്ക് അത് തിങ്കളാഴ്ച തന്നെ നോക്കിക്കണ്ടറിയാം. അപ്പോൾ ഇത്രയാണ്. ബാക്കി മിഡ് ക്യാപ്പും ബാങ്ക് എക്സ് ഒന്നും നമ്മൾ വിശദീകരിക്കുന്നതിൽ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം മിഡ് ക്യാപ്പ് പലപ്പോഴും അത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. ബാങ്ക് എക്സിലാണെങ്കിൽ തീരെയും തന്നെ ഒരാൾ പോലും അത് ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്രയാണ് ഇന്നത്തേക്കുള്ളത്. പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.